വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാരം പുത്തുമലയിൽ നടക്കുകയാണ്. 30 മൃതദേഹങ്ങളും സംസ്കരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. തിരിച്ചറിഞ്ഞ 172 മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. പുത്തുമലയിൽ നിന്നും റിയാസ് KMR നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ 30 മൃതദേഹങ്ങളും സംസ്കരിച്ചിരിക്കുന്നു. ഇനി ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. വിശദാംശം 30 അല്ല 29 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. 30 ആദ്യം തീരുമാനിച്ചിരുന്നത്. അതിൽ ഒരു മൃതദേഹം അവസാന നിമിഷം തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആംബുലൻസിൽ നിന്നും ശരീരഭാഗങ്ങൾ ഈ ഒരു പന്തലിലേക്ക് സന്നദ്ധ പ്രവർത്തകർ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. നേരത്തെയും ഇവിടെ ശരീരഭാഗങ്ങൾ കൊണ്ടുവന്നിരുന്നു. മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തിയായതിനു ശേഷമായിരുന്നു ഈ ശരീരഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത്തരം ശരീരഭാഗങ്ങളുടെ എല്ലാം തന്നെ സംസ്കാരം നടന്നു. ഇപ്പോൾ കൂടുതൽ ശരീരഭാഗങ്ങൾ, അതായത് ആകെ 154 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിക്കുന്നത്. അതിൽ ബാക്കിയുള്ള ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ എത്തിക്കുന്നത്. ഒരു സ്ട്രക്ചറിൽ തന്നെ നിരവധിയായ ശരീരഭാഗങ്ങൾ എത്തിക്കുന്ന വളരെ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി ടേബിളുകൾ നമുക്ക് കാണാം. അതെല്ലാം തന്നെ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് PPE കിറ്റ് ധരിച്ച ആളുകളെയാണ് ഇവിടെ അത്തരം മൃതദേഹ അവശിഷ്ടങ്ങളുമൊക്കെ ശരീരഭാഗങ്ങളുമൊക്കെ എത്തിക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സന്നദ്ധ പ്രവർത്തകരാണ്, PPE കിറ്റ് ധരിച്ച സന്നദ്ധ പ്രവർത്തകരാണ് ഈ ഒരു കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇപ്പോൾ ഈ ശരീരഭാഗങ്ങൾ ഇവിടെ എത്തിച്ച ശേഷം ഇനി സർവ്വമത പ്രാർത്ഥനകളെല്ലാം തന്നെ നേരത്തെ തന്നെ നടന്നിരുന്നു. അത് ഒരിക്കൽ കൂടി സർവ്വമത പ്രാർത്ഥനകൾ പൂർത്തീകരിച്ചുകൊണ്ട് പിന്നീട് ആണ് ഇവയെല്ലാം തന്നെ സംസ്കരിക്കുന്നത്. ഓരോ ശരീരഭാഗവും ഓരോ മനുഷ്യൻ തന്നെയായി പരിഗണിച്ചാണ്, ഓരോ മൃതദേഹമായി പരിഗണിച്ചാണ് ഇവിടെ സംസ്കാരം നടക്കുന്നത്. അതായത് 154 ശരീരഭാഗങ്ങളും 154 മനുഷ്യരാണ് എന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇവിടെ സംസ്കാരം നടക്കുന്നത്. അത്രയധികം ആദരവ് നൽകിക്കൊണ്ടുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ മൃതദേഹം സംസ്കരിച്ചത് താഴ്ഭാഗത്തായിരുന്നു. എന്നാൽ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പന്തലിൻ്റെ മുകൾ ഭാഗത്താണ്. ആ മുകൾ ഭാഗത്ത് ഇപ്പോൾ അവിടെ നേരത്തെ കൊണ്ടുവന്ന ശരീരഭാഗങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പുതഞ്ഞുപോയ നാട്ടിൽ ജാതി മതഭേദമില്ലാതെ അവർ മണ്ണിനോട് ചേരുകയാണ്. തുടരാം. തീർച്ചയായും ഇവിടെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ആളുകളെയും കാണാം. വിവിധ രാഷ്ട്രീയ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട വളണ്ടിയർമാരെ ഈ ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്, ഇവിടെ കാണാൻ കഴിയുന്നത്, നേരിട്ട് ഈ പുത്തുമലയിൽ കാണാൻ കഴിയുന്നത് വൈറ്റ് ഗാർഡിൻ്റെ, യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ വളണ്ടിയർമാരുണ്ട്, DYFIയുടെ പ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയറിൻ്റെ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ CPIയുടെ AIYFൻ്റെ സന്നദ്ധ വളണ്ടിയർമാരുണ്ട്, ഒപ്പം യുവമോർച്ചയുടെ പ്രവർത്തകരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെ തന്നെ SYSൻ്റെ, SKSSFൻ്റെ ഒക്കെ ആയിട്ടുള്ള ഈ സംഘടനകളുടെ എല്ലാം പ്രവർത്തകരെ നമുക്കിവിടെ ഒരു ഈ മൺമറഞ്ഞു പോയ മനുഷ്യർക്ക്, ഈ വിട പറഞ്ഞു പോയ മനുഷ്യർക്ക് അവരുടെ അവസാന യാത്ര ഏറ്റവും ആദരവോടുകൂടി നൽകുക എന്ന ദൗത്യം ഇവിടെ ഒരു കക്ഷിഭേദമില്ലാതെ ഈ മനുഷ്യരെല്ലാം ഒത്തുചേർന്ന് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജാതിയും മതത്തിനുമപ്പുറം മനുഷ്യരാണ് ഏറ്റവും വലുത് എന്ന കാഴ്ച ഇവിടുത്തെ മൃതദേഹ സംസ്കാരം കാണിച്ചു തരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളും കാണിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ. കാരണം വയനാട് ഉരുൾപൊട്ടലിൽ കൃത്യം പറഞ്ഞാൽ 7 ദിനം മുൻപ് ഇവർ
ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ മനുഷ്യരാണ്. ആ മനുഷ്യർ ആരെന്ന് പോലും തിരിച്ചറിയപ്പെടാതെ പോയി. പലപ്പോഴും ഇപ്പോഴും ഇതാ ആംബുലൻസിൽ നമുക്ക് കാണാം. ആംബുലൻസിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്ത് എടുത്ത് പന്തലിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ പന്തലിൽ കിടത്തിയിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അത് ഓരോ മനുഷ്യരാണ്. അത് കേവലം ഒരു ശരീരഭാഗമല്ല എന്നാണ് വ്യക്തമാകുന്നത്. അവരെല്ലാം തന്നെ ഇപ്പോൾ അടയാളക്കല്ലുകൾ മാത്രമായി. അവർക്കൊരു മേൽവിലാസം ഉണ്ടായിരുന്നു, അവർക്കൊരു പേരുണ്ടായിരുന്നു. ആ മേൽവിലാസവും പേരുമൊന്നും തിരിച്ചറിയപ്പെടാതെ കേവലം അടയാളക്കല്ലുകൾ മാത്രമായി സർക്കാർ നൽകുന്ന NI എന്ന അക്കങ്ങൾ മാത്രമായി അവർ ഇനി അക്കങ്ങളിലാണ് അറിയപ്പെടുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഓരോ മൃതദേഹവും സംസ്കരിക്കുന്നതിന് ഓരോ ഉദ്യോഗസ്ഥനാണ് ചുമതല നൽകിയിട്ടുള്ളത്. അതിൻ്റെ കാരണം നാളെ DNA പരിശോധന നടത്തേണ്ടി വന്നാൽ ഇന്ന നമ്പറിൽ, അത് കൃത്യമായ നമ്പറിൽ ഉള്ള, നേരത്തെ എംബാം ചെയ്യുമ്പോൾ അതിന് മുകളിൽ പതിച്ച നമ്പർ ഏതാണോ അതിനനുസൃതമായ നമ്പർ തന്നെയാണ് ഈ അടയാളക്കല്ലിൽ പതിക്കുക. ആ അടയാളക്കല്ല് പതിച്ച ഇടത്തുള്ള നമ്പറിൽ ആ എംബാം ചെയ്ത മൃതദേഹത്തിന് അല്ലെങ്കിൽ ശരീരഭാഗത്തിന് മുകളിലുള്ള നമ്പർ നമുക്ക് കഴിയുന്നുണ്ട്. ഓരോ മൃതദേഹത്തിന് മുകളിലും പ്രത്യേകം നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിന് സമാനമായ രീതിയിലാണ് അടയാളക്കല്ലുകൾക്ക് മുകളിലും ഈ നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ നമ്പർ കൃത്യമായ അടയാളക്കല്ലിൽ മാത്രമേ ഈ മൃതദേഹം അല്ലെങ്കിൽ ഈ ശരീരഭാഗം സംസ്കരിക്കാവൂ എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നാളെ DNA പരിശോധന ആവശ്യമായി വരികയാണെങ്കിൽ കൃത്യമായി അത് നടത്താൻ ഉതകുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കുകയാണ് ഈ ഉദ്യോഗസ്ഥ വിഭാഗമടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. അങ്ങേയറ്റം ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാഴ്ച മുൻപ് കേരളം കരഞ്ഞത് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ്. അതേ മനുഷ്യർക്ക് വേണ്ടി ഒരിക്കൽ കൂടി കേരളം കരയുന്നു. ഇപ്പോഴിതാ കനത്ത മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയും ഇന്നും ഇത്രയും നേരം മഴയില്ലാതെ നടന്നു. അതായത് മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർണ്ണമായും മഴയില്ലാതെ നടന്നു. ഒരു പരിധിവരെ ശരീരഭാഗങ്ങളുടെ സംസ്കാരവും മഴയില്ലാതെ തന്നെ നടന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഉള്ള ശരീരഭാഗങ്ങൾ സംസ്കരിക്കാൻ എത്തിക്കുമ്പോൾ ഇവിടെ മഴ കനത്തു തുടങ്ങിയിരിക്കുകയാണ്. അതായത് പ്രകൃതി പോലും കരയുകയാണ് പ്രിയപ്പെട്ടവരുടെ അവസാന യാത്രയിൽ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രുതി, വേദന നിറഞ്ഞ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ പുത്തുമലയിൽ അവസാന യാത്രാമൊഴി നൽകുകയാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്ന് തന്നെ പറയാം. 30 മൃതദേഹങ്ങൾ, അതിൽ 29 മൃതദേഹങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 154 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതിൽ 50 ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണീരോടെയുള്ള ഒരു വിട തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പുത്തുമലയിൽ. പുത്തുമലയുടെ മണ്ണിൽ ഒന്നിച്ചുള്ള മടക്കം എന്ന് തന്നെ പറയാം. റിയാസ്, നമുക്കറിയാം 2 ദുരന്തങ്ങളുടെ സ്മാരക ഭൂമിയായി മാറുകയാണ് പുത്തുമല. കറുത്തിരുണ്ട ഒരു ഓർമ്മ പുത്തുമലക്കാർക്ക് 5 ആണ്ട് മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വയനാടിൻ്റെ മുണ്ടക്കൈയുടെ പ്രിയപ്പെട്ടവർക്കും ഇപ്പോൾ പുത്തുമല യാത്രാമൊഴി നൽകുകയാണ്. തീർച്ചയായും ശ്രുതി, നമ്മൾ ഇതേ മണ്ണിലാണ് പുത്തുമല ദുരന്തം 5 വർഷം മുൻപ് കണ്ടത്. കാരണം വേദനിപ്പിക്കുന്ന ഒരു ദുരന്തമായിരുന്നു അത്. ആ പുത്തുമല ദുരന്തം കഴിഞ്ഞ് 5 വർഷം പിന്നിടുമ്പോൾ ഇതാ മറ്റൊരു വേദനിപ്പിക്കുന്ന കാഴ്ച കൂടി അതേ പുത്തുമലയിൽ നിന്നും കാണേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട് ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യർക്കുള്ള അന്ത്യയാത്ര, അന്ത്യവിശ്രമ സ്ഥലം അത് പുത്തുമലയായി മറന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2 ദുരന്തങ്ങളുടെ സ്മാരക ഭൂമിയായി പുത്തുമല ഇനി എല്ലാ കാലവും നിലകൊള്ളും. ഇനിയും ഒരു ദുരന്തം ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ പറഞ്ഞ് പഴകിപ്പോയ വാക്കുകൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു കിട്ടാതെ നമ്മുടെ വാക്കുകൾ ഇടറിപ്പോകുന്ന ഒരു
സ്ഥിതിയാണ് ഈ ഒരു കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം വാക്കുകൾ പറയുമ്പോഴും എത്രമാത്രം നമ്മുടെയൊക്കെ ഹൃദയം നുറുങ്ങുന്നുണ്ട് എന്നുള്ളത് അത് വാക്കുകൾക്ക് അതീതമാണ്. ഇപ്പോൾ ഇതാ കൂടുതൽ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ശരീരഭാഗങ്ങൾ എത്തിച്ച് അതിൻ്റെ സംസ്കാരം ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരീരഭാഗങ്ങളുടെ സംസ്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം ഓഗസ്റ്റ് 8-നായിരുന്നു അന്ന് 5 വർഷം മുൻപ് ഈ പുത്തുമല ദുരന്തം നടക്കുന്നത്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 5 അതായത് പുത്തുമല ദുരന്തം നടന്ന് കൃത്യം 5 വർഷം തികയാൻ കേവലം 3 നാൾ മാത്രം ബാക്കി നിൽക്കെ അതേ പുത്തുമലയിൽ അന്ന് 5 വർഷം മുൻപ് ഈ പുത്തുമലയെ എങ്ങനെയാണോ ആ ഉരുൾപൊട്ടൽ ദുരന്തം നക്കി തുടച്ചത്, അതിനേക്കാൾ ഭീകരമായി തൊട്ടപ്പുറത്ത് 2.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള മുണ്ടക്കൈയെയും ചൂരൽമലയെയും പുഞ്ചിരിമട്ടത്തെയുമെല്ലാം തന്നെ കവർന്നെടുത്തുകൊണ്ട് മറ്റൊരു ഭീകരമായൊരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായി വയനാട്ടിൽ. അതിൽ മരിച്ചുപോയ പൊലിഞ്ഞുപോയ മനുഷ്യർ, ഒരിക്കലും തിരിച്ചറിയപ്പെടാനാകാതെ പോയ മനുഷ്യർ, അവരുടെ സംസ്കാരത്തിനു കൂടി ഈ പുത്തുമല വേദിയാവുകയാണ്. ഇവിടെ ഈ പുത്തുമലയിൽ ഈ രാത്രി ഇപ്പോൾ പെയ്യുന്നത് കണ്ണീർ മഴ തന്നെയാണ്. ഈ തീരുന്ന മഴ, പെയ്തു തോരുന്ന മഴ, അത് കണ്ണീരിൻ്റേത് കൂടിയാണ്. പ്രകൃതി കൂടി വിലപിക്കുകയാണ് മറ്റൊരു ദുരന്തത്തിൽ മരിച്ച ഈ മനുഷ്യർക്ക് വേണ്ടി. ഇപ്പോഴിതാ സർവമത പ്രാർത്ഥനകൾക്കുള്ള ചടങ്ങുകൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ടി സിദ്ദീഖ് MLA സൂചിപ്പിക്കുന്നത് പോലെ അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷണ കാലഘട്ടം തന്നെയാണ്, ഈ പരീക്ഷണ നിമിഷം തന്നെയാണ് ഈ കടന്നു പോകുന്നത്. ദുര്യോഗം നിറഞ്ഞ ഒരു കാഴ്ച, ഈ ദുര്യോഗം നിറഞ്ഞ കാഴ്ച ഇനി ഒരിക്കലും ഒരു മലയാളിക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് കരുതാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ഈ രാവിൽ ഉണ്ടാകുന്നത്. ആ ദുര്യോഗം നിറഞ്ഞ കാഴ്ച ഇനി ഇല്ലാതിരിക്കട്ടെ. വേദനിപ്പിക്കുന്നുണ്ട് ഈ കാഴ്ച. ഒരു സ്ട്രക്ചറിൽ തന്നെ നിരവധി ശരീരാവയവങ്ങൾ, അതായത് സർക്കാർ പറയും പോലെയാണെങ്കിൽ, ഉദ്യോഗസ്ഥർ പറയും പോലെയാണെങ്കിൽ ഒരു ശരീരാവശിഷ്ടം ഒരു വ്യക്തി എന്ന നിലയിൽ പരിശോധിച്ചാൽ ഒരു സ്ട്രക്ചറിൽ കിടക്കുന്നത് നിരവധി മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ശരീര അവശിഷ്ടങ്ങളാണ്. ഒരുപക്ഷെ പറയുമ്പോൾ പോലും നമുക്ക് വാക്കുകൾ ഇടറുകയും കണ്ണ് നനയുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ശ്രുതി, പുത്തുമലയിൽ നിന്നുള്ള വേദനയാർന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ ശരീരഭാഗങ്ങളും സംസ്കാര ചടങ്ങിനായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. 50 ശരീരഭാഗങ്ങൾ ഇതിനോടകം സംസ്കരിച്ചു കഴിഞ്ഞു. 29 മൃതദേഹങ്ങളും സംസ്കരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്തായാലും ആരെന്നറിയില്ല, ഇനി നമ്പർ മാത്രം അവർക്കൊന്നിച്ച് പുത്തുമലയിൽ അന്ത്യവിശ്രമം ഒരുങ്ങുകയാണ്. മണ്ണിൽ പുതഞ്ഞുപോയ നാട്ടിൽ ജാതി മതഭേദമില്ലാതെ അവർ മണ്ണിനോട് ചേരുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ കാളിദാസും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാളിദാസ്, നമുക്കറിയാം പുത്തുമല ഇപ്പോൾ 2 ദുരന്തങ്ങളുടെ സ്മാരക ഭൂമിയായി മാറിയിരിക്കുകയാണ്. 5 ആണ്ട് മുൻപ് നടന്ന പുത്തുമല ദുരന്തം നമുക്കറിയാം, ഒരു കറുത്ത ഓർമ്മ തന്നെയാണ്. ഇപ്പോൾ മുണ്ടക്കൈയിലെ പ്രിയപ്പെട്ടവർക്കും അന്ത്യാഞ്ജലി ഇപ്പോൾ പുത്തുമല ഒരുക്കിയിരിക്കുന്നു. ഇതിൽ 30 മൃതദേഹങ്ങളായിരുന്നു. ഇതിൽ 29 എണ്ണമാണ് ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത്. അതിൽ 1 എണ്ണം ബന്ധുക്കൾക്ക് തിരിച്ചറിഞ്ഞതോടെ വിട്ടു നൽകിയിരിക്കുന്നു. കാളിദാസ്, തുടരാം. ശ്രുതി, വളരെ സങ്കടകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ 29 മൃതദേഹങ്ങളുടെയും സംസ്കാരമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 50ഓളം ശരീരഭാഗങ്ങളുടെയും ശരീരാവശിഷ്ടങ്ങളുടെയും സംസ്കാരം നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു മിച്ചമുള്ള എല്ലാ ശരീരാവശിഷ്ടങ്ങളാകട്ടെ ഇതിൻ്റെ എല്ലാം സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ളൊരു ശ്രമത്തിലാണ് അധികൃതരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആംബുലൻസുകൾ എത്തുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ സംസ്കാരവും എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ നടത്തി പൂർത്തിയാക്കാനുള്ള തരത്തിൽ തന്നെയാണ് ശ്രമങ്ങൾ നടക്കുന്നത്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഒരു വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് കാലാവസ്ഥയും ഇപ്പോൾ ഇവിടെ പുത്തുമലയിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
ചെറിയ രീതിയിലാണ് മഴയെങ്കിലും തള്ളിക്കളയാനാകാത്ത ഒരു സാഹചര്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഉന്നത നിർഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമൊഴുങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി നീ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആശ്രയില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മീനങ്ങാടി നാരായണ അദ്വൈതാശ്രമത്തിന്റെ പ്രിയപ്പെട്ട മഠാധിപതി സ്വാമി ഹംസാനന്ദപുരിയുടെ സാന്നിധ്യത്തിൽ പരികർമ്മിയായിട്ടുള്ള ബാലേന്ദ്രൻ ശാന്തി അവർകൾ മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ പ്രിയപ്പെട്ട കർമ്മി ഇതിന്റെ അന്തിമ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ദൈവമേ സച്ചിദാനന്ദ അതാണ് അയക്കാൻ പറഞ്ഞല്ലേ മൊത്തം അവിടെ ചാർജിനെ മൊത്തം അയച്ചിട്ട് അവര് വീട്ടിലെന്തോ ആവശ്യമുണ്ട്. പരേതാത്മാവിനേകണേ ഒന്നുമില്ലെന്നും ഈ ഞങ്ങൾ കൊള്ളുഗതാഗതം എല്ലാം നിങ്ങൾ സമർപ്പിച്ചു കാത്തുകൊള്ളുക ദൈവമേ. പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. നീ അയക്കുന്നു, നീ നിർത്തുന്നു, നീ വിളിക്കുന്നു ദേഹിയെ. നിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്നു ദൈവമേ. നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ധ്യാനം മഹാക്രിയ. നീ തൻ പുരോഹിതൻ ദേവ സർവകർമ്മ സാക്ഷിണി. എല്ലാം ഒടുക്കം വന്നെത്തും ശാന്തി നിർമ്മതം ദൈവമേ. നിന്റെ സായുജ്യം പരേതാത്മാവിൽ ഏകണേ ദൈവമേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തിവത്സര, ദൈവമേ നിന്റെ സായുജ്യം പരാത്മാവിലേകണേ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര അഗ്നേ നയസുപധാരായേ. തസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യോധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാം തേ നമ ഉക്തിം വിധേമ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹിമം രാമപാദം ചേരണേ മുകുന്ദ രാമവാഹിമം, രാമ രാമവാഹിമം, രാമപാദം ചേരണേ മുകുന്ദ രാമവാഹിമം, രാമ രാമവാഹിമം, രാമപാദം ചേരണേ മുകുന്ദ രാമവാഹിമം. ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി. മേപ്പാടി മഹല്ല ഖത്തീബ് മുസ്തഫൽ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള മയ്യത്ത് നമസ്കാരം. നശ്വരമായ ഭൗതിക ജീവിതത്തിൽ നിന്നും അനശ്വരവും ശാശ്വതവുമായ പാരത്രിക ലോകത്തേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും പാരത്രിക ലോകം സർവശക്തനായ അള്ളാഹു വെളിച്ചമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ദുഃഖക്കടലിലാഴ്ത്തി സംഭവിച്ചു പോയ ഈ ദുരന്തം ഇനിയും ഈ പ്രദേശത്തും എവിടെയും ആവർത്തിക്കാതിരിക്കട്ടെ. ദുഃഖങ്ങളുടെ 1000 നൊമ്പരക്കെട്ടുകളുമായി കണ്ണീർ കയങ്ങളുമായി പ്രയാസപ്പെടുന്ന ഇവർക്ക് സർവശക്തനായ അള്ളാഹു സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം സംഗമിക്കാനും പുഞ്ചിരിക്കാനുമുള്ള സൗഭാഗ്യം സർവശക്തനും സർവലോക പരിപാലകനുമായ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. اللهم اغفر لهم وارحمهم واعف عنهم وعافهم واسلهم كما ينتصر بالذين يتنسوا بزوج خير وادخلهم الجنة. الله أكبر. اللهم لا تحرمنا ربنا آتنا في الدنيا حسنة. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. ഈ ഭാഗത്ത് നിന്ന് എല്ലാവരും ഒന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റീത്ത് സമർപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിറയുന്ന പ്രാദേശിക പഞ്ചായത്ത്
മുന്നോടിയായുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെയും വിവിധ നേതൃത്വത്തിൽ മതങ്ങളുടെ പ്രാർത്ഥനകളാണ് ഇപ്പോൾ നടന്നത്. ഇനി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ, മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മിക്കുട്ടൻ, മേപ്പാടി ജുമാ മസ്ജിദ് ഖത്തീബ് മുസ്തഫൽ ഫൈസി തുടങ്ങിയവരാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഈ 154 ശരീരഭാഗങ്ങളാണ്. ഇതിൽ 50 ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു. 29 മൃതദേഹങ്ങളും സംസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കണ്ണീരോടെ വിട നൽകുന്നു നാട്. പുത്തുമലയുടെ മണ്ണിൽ ഒന്നിച്ചുള്ള അടക്കയാത്ര. കൽപ്പറ്റ MLA അഡ്വക്കേറ്റ് ടി സിദ്ധി 2 ദുരന്തങ്ങളുടെ സ്മാരക ഭൂമിയായി മാറുകയാണ് പുത്തുമല. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ 64 സെന്റ് സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ജനപ്രതിനിധികളും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകളാണിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വർക്ക് ഇട പറയുന്ന കാഴ്ച. അവസാന യാത്രാമൊഴി, കണ്ണീരോടെയുള്ള യാത്ര. എത്തുകൾ വെച്ച് അവർക്കുള്ള ആദരം അർപ്പിക്കുകയാണ് സിദ്ദിഖിനെ അടക്കമുള്ള ജനപ്രതിനിധികൾ. ശേഷം ഓരോ ശരീരഭാഗങ്ങളും പാടങ്ങളിലേക്ക്. റിയാസ് ഉണ്ട് നമ്മളോടൊപ്പം. റിയാസ്, ഇതിനിടയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഴിമാടകളിൽ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമുണ്ടോ? അത്തരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാവിധ ബഹുമതികളും ശരീരഭാഗങ്ങൾക്ക് നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ശ്രുതി, മഴയെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. നേരത്തെ മഴ പെയ്തിരുന്നു. ആ മഴയെല്ലാം തന്നെ ഇപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ശരീരഭാഗങ്ങൾക്കുള്ള ഒരു ആദരവാണ് ഇപ്പോൾ കണ്ടത്. എല്ലാ ആദരവോടുകൂടിയാണ് മൃതദേഹ അവശിഷ്ടങ്ങളും ശരീരഭാഗങ്ങളും എല്ലാം തന്നെ സംസ്കരിക്കുന്ന ഉണ്ടായിട്ടുള്ളത്. അതായത് 154ഓളം ശരീരഭാഗങ്ങളാണ്. അതിന്റെ സംസ്കാരമാണ് ഇപ്പോൾ ഇവിടെ പുത്തുമലയിൽ കൃത്യമായ രീതിയിൽ എല്ലാ ആദരവും ബഹുമാനവും നൽകിക്കൊണ്ടുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ഈ 29 മൃതദേഹങ്ങൾക്ക് ലഭിച്ച അതേ പരിഗണന ഈ 154 ശരീര അവശിഷ്ടങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ ശരീരഭാഗവും ഓരോ മനുഷ്യനായാണ് പരിഗണിക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സർവമത പ്രാർത്ഥന നടക്കുന്നു. ആദ്യം വിഭാഗത്തിലെ പ്രാർത്ഥന നടന്നു, പിന്നീട് ഹൈന്ദവ മത പ്രാർത്ഥന നടന്നു, പിന്നീട് ഇസ്ലാം മത പ്രാർത്ഥന നടന്നു. മയ്യത്ത് നിസ്കാരം നടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ ഓരോ നമ്പറുകൾ വിളിച്ച്, ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. നമ്പറുകളായാണ് ഈ മൃതദേഹ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഇവിടെ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശ്രുതി, തന്നെയാണ് 154 ശരീരഭാഗങ്ങളാണ് ഇനി സംസ്കരിക്കേണ്ടതുള്ളത്. റിയാസ്, ഈ നമ്പറുകൾ നൽകിയിരിക്കുന്നത്, അതായത് നമുക്കറിയാം നേരത്തെ 29-30 മൃതദേഹങ്ങളായിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു കൊണ്ടുകൾക്ക് വിട്ടു നൽകുകയും ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു. ഈ പിന്നീടുള്ള DNA ടെസ്റ്റിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞേക്കാം എന്നുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടാകാമല്ലേ ഈ നമ്പറുകളുമൊക്കെ നൽകി എല്ലാ ബഹുമതികളും എല്ലാ ആദരവും നൽകിക്കൊണ്ടുള്ള ഒരു അടക്കയാത്ര? തീർച്ചയായും. കാരണം അത് തന്നെയാണ് കൃത്യമായ രീതിയിൽ
നമ്പറുകൾ നൽകി. പിന്നീട് എന്തെങ്കിലും പരിശോധന അനിവാര്യമായി വരികയാണെങ്കിൽ, DNA പരിശോധന ഉൾപ്പെടെ ആവശ്യമായി വരികയാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു നമ്പറുകൾ നൽകിക്കൊണ്ട് ഓരോ മൃതദേഹവും, കാരണം തിരിച്ചറിയപ്പെടാത്ത ഈ മനുഷ്യരുടെ മൃതദേഹങ്ങൾ, ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഓരോ നമ്പറുകളായി അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ ശരീര അവശിഷ്ടങ്ങൾ ഇപ്പോൾ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത്തരമൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ശ്രുതി, എന്നാലും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. DNA പരിശോധന ഉൾപ്പെടെയുള്ളവയുടെ ഫലം വരുന്ന മുറയ്ക്കായിരിക്കും നമ്പറുകൾക്ക് പിന്നീട് മേൽവിലാസം ഉണ്ടാകുക എന്ന് തന്നെയാണ് പറയുന്നത്. ആരെന്നറിയില്ല. ഇനി നമ്പറുകൾ മാത്രം അവർക്കൊന്നിച്ച് പുത്തുമലയിൽ അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുകയാണ്. മണ്ണിൽ പുതഞ്ഞുപോയ നാട്ടിൽ ജാതിമത ഭേദമില്ലാതെ അവർ മണ്ണിനോട് ചേർന്നു നിൽക്കുന്നു. അവർക്ക് കണ്ണീരോടെ യാത്രാമൊഴി നൽകുന്നു. ആ കാഴ്ച തന്നെയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാളിദാസ് കൂടി ചേരുന്നുണ്ട്. കാളിദാസ്, പറയാൻ വാക്കുകളില്ല. അന്തരീക്ഷത്തിൽ വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഉയരുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. രണ്ട് ദുരന്തങ്ങളുടെ ഒരു സ്മാരക ഭൂമിയായി മാറുകയാണ് പുത്തുമല എന്ന് തന്നെ പറയാം. ഇപ്പോൾ സ്ട്രക്ചറിൽ ഓരോ ശരീരഭാഗങ്ങളും എടുത്തുകൊണ്ടുവരുന്ന കാഴ്ച, അത് വേദനയാർന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇതിനിടയിൽ 30 മൃതദേഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയോ? അതുപോലെ തെരച്ചിൽ, ഇന്നത്തെ ദുരന്തമുഖത്ത് നിന്നുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചെന്നും അറിയാൻ കഴിയുന്നു. മറ്റ് കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാം. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 29 മൃതദേഹങ്ങളിൽ എന്തായാലും സംസ്കരിച്ചു. അതേപോലെ തന്നെ ബാക്കിയുള്ള ശരീരാവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഓരോ ഘട്ടമായി ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ഘട്ടമായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിമാടങ്ങളിലേക്ക് ശരീരാവശിഷ്ടങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആരെന്ന് അറിയാൻ സാധിച്ചില്ല. ഇന്ന് അടക്കാനായി, അല്ലെങ്കിൽ ഇന്ന് കുഴിമാടത്തിലേക്ക് സംസ്കരിക്കാനായി കൊണ്ടുവരുന്നവരിൽ ഒരാളുടെ മാത്രമാണ് മൃതദേഹം അറിയാൻ സാധിച്ചത്. അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തീർച്ചയായും അതേപോലെ തന്നെ ഇനിയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ അവസാന നിമിഷം ഈ ഒരു കുഴിമാടത്തിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടു മുമ്പെങ്കിലും ചിലപ്പോൾ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നവരുമുണ്ട്. ആ ഒരു വൻ ജനാവലിയിൽ അവരെല്ലാവരും ആ ജനാവലി കണ്ണീരണിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കാനാകും എന്നുള്ള തരത്തിലും അധികൃതർ വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെയാണ് നടപടിക്രമങ്ങളെല്ലാം നടന്നു വരുന്നത്. ഓരോന്നായി ശരീരാവശിഷ്ടങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 154 ശരീരാവശിഷ്ടങ്ങളും അതേപോലെ തന്നെ ഈ 29 മൃതദേഹങ്ങളുമാണ്. അതിൽ 30 എന്നുണ്ടായിരുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മൃതദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിന് മേൽവിലാസം കിട്ടി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ബാക്കി മേൽവിലാസമില്ലാതെ ഇപ്പോൾ വെറും അക്കങ്ങൾ മാത്രമായി മണ്ണിൽ അലിഞ്ഞു ചേരാൻ ആയിട്ടുള്ള ഒരു മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ്. ഒന്നിച്ചവർ മടങ്ങുകയാണ് അവരുടെ ഭൂമിയിൽ തന്നെ. അവിടെ ഇപ്പോൾ ഈ അടങ്ങിത്തീരുന്നവരിൽ, അല്ലെങ്കിൽ ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നവരിൽ പലരും ഉണ്ടാകാം. ഇവിടെ ഈ ഒരു ഭൂമിയിൽ തന്നെ കുരുത്തവർ അവർ ഈ ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അതേപോലെ തന്നെ സൂചിപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലും രക്ഷാപ്രവർത്തനം നടന്നത്. അതും വിവിധ സോണുകളായി തിരിച്ചായിരുന്നു. 12 സോണുകളായി തിരിച്ചാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനമെല്ലാം നടന്നിരുന്നത്. അതിൽ തന്നെ സോണുകൾ തിരിച്ച് വിവിധ സംഘങ്ങളാക്കി 50 പേരടങ്ങുന്ന സംഘങ്ങളാക്കിയായിരുന്നു ഇന്നത്തെ രക്ഷാപ്രവർത്തനമെല്ലാം പുരോഗമിച്ച് പോരുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. റഡാറുകളും ഡ്രോണുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഈ റഡാറുകളും ഡ്രോണുകളും എത്രത്തോളം ഫലവത്തായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ആ ഒരു രക്ഷാപ്രവർത്തനം തുടർന്നു പോകുന്നത് ബന്ധുക്കൾ നൽകിയിരുന്ന ചില സൂചനകൾ വെച്ചായിരുന്നു ഇതെല്ലാം നടന്നു പോകുന്നത്. അവർ നേരിൽ കണ്ട് ഈ ഒരു ഭാഗത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകാം, അല്ലെങ്കിൽ
തങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാകാം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിയ ശേഷം തന്നെയായിരുന്നു എല്ലാം നടന്നിരുന്നത്. എന്തായാലും സംഘം തിരിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ ഇന്നും നടന്നു. നാളെയും ഇത് തീർച്ചയായും തുടരും. അതിൻ്റെ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഈ ഒരു രക്ഷാപ്രവർത്തനം മെല്ലെ അവസാനിക്കുകയാണ് എന്നുള്ള തരത്തിൽ, കുറച്ചു കൊണ്ടുവരികയാണ് എന്നുള്ള തരത്തിലൊക്കെ വാദങ്ങളെല്ലാം ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് നടന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലാണ് സൈന്യം പറയുന്നതുവരെ, സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ തുടരും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകിയ നിർദ്ദേശം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയത്. നാളെ ഇപ്പോൾ എന്തായാലും മീൻമുട്ടി പോത്തുകൾ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കും. അതേപോലെ തന്നെ ചാലിയാറിൻ്റെ പരിസര പ്രദേശങ്ങളിലും നിരവധി മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും ശരീരാവശിഷ്ടങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, പല ഭാഗങ്ങളിലായി കിട്ടുന്നുണ്ട്. നിലമ്പൂർ ഭാഗത്തും ഇതേപോലെ തന്നെയാണ് രക്ഷാപ്രവർത്തനമെല്ലാം തുടർന്നു പോന്നിരുന്നത്. 9 വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അവിടെയും രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശരീരങ്ങളെല്ലാം കണ്ടെത്തിയത്. അതെല്ലാം പലതും ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലും തീരുമാനങ്ങൾ ജില്ലാ ഭരണകൂടം പുതിയ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കാരണം ഇനിയുള്ള ലഭിക്കുന്നതെല്ലാം അവിടെ തന്നെ സംസ്കരിക്കാനുള്ള തരത്തിലും തീരുമാനങ്ങൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. അത് നിലമ്പൂർ നഗരസഭയെ അറിയിക്കുകയും ചെയ്തു. നാളെ തൊട്ട് ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം അവിടെ തന്നെയായിരിക്കും സംസ്കരിക്കുക. ഇന്നും നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം ഇവിടെ എത്തിച്ച് അടക്കം ചെയ്യുന്നുണ്ട്. ഈ ഒരു അടക്കം ചെയ്യുന്ന തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളിൽ നിലമ്പൂരിൽ നിന്നും എത്തിയ ചാലിയാർ വഴി ഒഴുകി ഏതോ ഒരു തീരപ്രദേശത്ത് ചെന്നടിഞ്ഞ ചില മൃതദേഹങ്ങളും ഉണ്ട്. അതും തിരിച്ചറിയാൻ ആവാത്ത എത്രയോ മൃതദേഹങ്ങളാണിപ്പോൾ ഒരു വൻ ജനാവലിയുടെ ആദരവോടെ, വൻ ജനാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവർ മണ്ണിലേക്ക് മടങ്ങുന്നത്. കൂടുതൽ ഇപ്പോൾ വേഗത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി, അടുത്ത മഴയ്ക്കുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പുത്തുമലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വെറും അടയാളക്കല്ലുകളായി മാറുകയാണ്. ഇനി 154 ശരീരഭാഗങ്ങളാണ് ഇനി സംസ്കരിക്കേണ്ടത് ഉള്ളത്. 50 ശരീരഭാഗങ്ങൾ ഇതിനോടകം സംസ്കരിച്ചു കഴിഞ്ഞു. 29 മൃതദേഹങ്ങളും സംസ്കരിച്ചു കഴിഞ്ഞു. ഒന്നിച്ച് മണ്ണിൽ അലിഞ്ഞ് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുകയാണ് പുത്തുമല. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നു. അല്പസമയം മുൻപും ഒരു മൃതദേഹം തിരിച്ചറിയുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ മൃതദേഹവും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കുന്നതിന് മുൻപായി തന്നെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് പുത്തുമലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേക തിരിച്ചറിയൽ നമ്പറുകൾ നൽകി മൃതദേഹത്തിൻ്റെയും ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുമൊക്കെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. DNA ടെസ്റ്റിലടക്കം ഇനി മൃതദേഹം തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനുവേണ്ടിയാണ് ഈ നമ്പറുകളടക്കം നൽകിയിരിക്കുന്നത്. മന്ത്രിമാരായ OR കേളു, K രാജൻ, AK ശശീന്ദ്രൻ, MB രാജേഷ്, T സിദ്ദിഖ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ, ജില്ലാ കളക്ടർ, ഇങ്ങനെ പ്രമുഖരും അതുപോലെ തന്നെ മതനേതാക്കളും ജനപ്രതിനിധികളും എല്ലാവരും പുത്തുമലയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷമാണ് സംസ്കാര ചടങ്ങിലേക്ക് കടന്നത്. മന്ത്രിമാരും ജനപ്രതിനിധികളുമൊക്കെ മൃതദേഹത്തിനും ശരീരഭാഗങ്ങൾക്കും എല്ലാവിധ ബഹുമതികളും ആദരവും നൽകിയാണ് അവരെ മടക്കി അയക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ 64 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ അന്ത്യവിശ്രമത്തിനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. മണ്ണിൽ പൊതിഞ്ഞുപോയ നാട്ടിൽ ജാതി മതഭേദമില്ലാതെ അവർ മണ്ണിനോട് ചേർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വിട നൽകുകയാണ്. റിയാസുണ്ട് പുത്തുമലയിൽ നിന്ന് നമ്മളോടൊപ്പം. റിയാസ്, ഈ സംസ്കാര ചടങ്ങുകൾ എത്ര മണിക്കൂർ നീളും?
വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ തീർച്ചയായും ശ്രുതി, കാരണം മഴയൊരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. മഴ ശക്തമായി പെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഒരു ചാറ്റൽ മഴയുണ്ട്. കനത്ത് കഴിഞ്ഞാൽ കടുത്ത വെല്ലുവിളി ഉണ്ടാകും. ഇതുവരെ 67 ശരീരഭാഗങ്ങളാണ് സംസ്കരിച്ചത്. ഇപ്പോൾ ആ 67-ൽ അവസാനത്തെ ശരീരഭാഗങ്ങളുടെ സംസ്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പൂർത്തിയാകുന്ന മുറക്ക് അടുത്ത ശരീരഭാഗങ്ങളുമായി ആംബുലൻസുകൾ ഈ പുത്തുമല കയറി ഇവിടേക്ക് ശരീരഭാഗങ്ങൾ. എന്തായാലും 29 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമാണ് ഇന്ന് ഈ രാത്രി ഉൾപ്പെടെയായി സംസ്കരിക്കുക. വൈകുന്നേരം 3:30 തുടങ്ങിയ ഈ സംസ്കാര ചടങ്ങുകൾ ഏകദേശം ഇപ്പോൾ സമയം 7:49, 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് പിന്നിടുന്ന ഈ വേളയിൽ ഇതിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ 29 മൃതദേഹങ്ങളും ഒപ്പം തന്നെ 67 ശരീരഭാഗങ്ങളും സംസ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ 8 മണിയോടുകൂടി അടുത്ത ആംബുലൻസിൽ ശരീരഭാഗങ്ങൾ ഇനിയും എത്തുമെന്നാണ് അറിയുന്നത്. ആ ശരീരഭാഗങ്ങൾ സംസ്കരിക്കാനുള്ള ഇടം ഇപ്പോഴും അതിൻ്റെ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് ഈ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു ശരീരഭാഗങ്ങൾ സംസ്കരിക്കുമ്പോൾ തന്നെ ഫ്ലഡ് ലൈറ്റിൻ്റെയൊക്കെ സഹായത്തിൽ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് ഇവിടെ കുഴിയെടുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വളരെ വേഗത്തിലാണ് ഇപ്പോൾ ശരീരഭാഗങ്ങളുടെ സംസ്കാരം പൂർത്തീകരിക്കുന്നത്. PPE കിറ്റ് ധരിച്ച് ഒപ്പം തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ, ചുമതലപ്പെടുത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ മാത്രം അടയാളക്കല്ലിൽ രേഖപ്പെടുത്തിയ അതേ നമ്പരും ഒപ്പം തന്നെ ഈ മൃതദേഹം ഒപ്പം തന്നെ ഈ മൃതശരീരത്തിൻ്റെ ശരീരഭാഗം കവർ ചെയ്ത കവറിങ്ങിന് മുകളിലുള്ള നമ്പറും അത് കൃത്യമാണ് എന്ന് പരിശോധിച്ച് ആ ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സംസ്കാരം നടക്കുന്നത്. ശരീരഭാഗങ്ങളിൽ കുറച്ച് എണ്ണം ഇതിൻ്റെ തൊട്ടുമുകളിൽ, ഈ പന്തലിൻ്റെ തൊട്ടുമുകളിലുള്ള ഇടത്ത് സംസ്കരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും താഴെ കുഴിയെടുത്ത് കഴിഞ്ഞ ഭാഗങ്ങളിലേക്ക് സംസ്കാരം നടക്കുകയാണ്. 67 ശരീരഭാഗങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിച്ച ശരീരഭാഗങ്ങളുടെ സംസ്കാരമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പുരോഗമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 67 ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ മറ്റ് ശരീരഭാഗങ്ങളുമായി ആംബുലൻസും ഒക്കെ ഇവിടത്തേക്ക് എത്തും. ശ്രുതി, അറിയാം, മന്ത്രിമാർ AK ശശീന്ദ്രൻ, OR കേളു അടക്കമുള്ള മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്നു. ജനപ്രതിനിധികളും മതനേതാക്കളും ഒക്കെ അവിടെ നേതൃത്വം നൽകുന്നുണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് ഉള്ളത്? നേരത്തെ മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നു. മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ, AK ശശീന്ദ്രൻ, OR കേളു, KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് T സിദ്ദിഖ് MLA ആണ്. T സിദ്ദിഖ് MLA ആണ് മുഴുവൻ സമയവും ഇവിടെ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹം സ്ഥലം MLA ആണ്. നേരത്തെ ബത്തേരി MLA IC ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴുമുണ്ട്. IC ബാലകൃഷ്ണൻ 2 MLA-മാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. IC ബാലകൃഷ്ണനും ഒപ്പം തന്നെ T സിദ്ദിഖും, സ്ഥലം MLA ആയ T സിദ്ദിഖും ഇവിടെയുണ്ട്. ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ RD മേഘശ്രീയുണ്ട്. ഇതിൻ്റെ നോഡൽ ഓഫീസറായ ശ്രീധന്യ സുരേഷുണ്ട്. നേരത്തെ ADGP MR അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ പലരും സംസ്കാരത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഏറെ നേരം ഇവിടെ നിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ സർവ്വമത പ്രാർത്ഥനയ്ക്കായി എത്തിയ മതപുരോഹിതരെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. കാരണം ഇനിയും ശരീരഭാഗങ്ങൾ വരാനുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ മുഴുവൻ ശരീരഭാഗങ്ങളും എത്തി അവയ്ക്കെല്ലാം തന്നെ കൃത്യമായ ഒരു ആദരവും ബഹുമാനവും ഒക്കെ നൽകി ആണ് ഇപ്പോൾ പോവുക. ഇപ്പോഴത്തെ മഴ കൂടുതൽ ശക്തിയാർജിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയെല്ലാം തന്നെ മഴ നേരത്തെ പെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ ആ മഴയെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സംസ്കാര ചടങ്ങുകൾ ശരീര അവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.
ഒപ്പം ഇപ്പോൾ നമുക്ക് കാണാം ഈ മഴയെപ്പോലും അവഗണിച്ച് PPE കിറ്റ് ധരിച്ച നീല PPE കിറ്റ് ധരിച്ച സന്നദ്ധ പ്രവർത്തകർ, വളണ്ടിയർമാർ ആ മൃതദേഹ ശരീരഭാഗങ്ങൾ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു അപൂർവ കാഴ്ചയ്ക്കിടെ കാണുന്ന മറ്റൊരു അപൂർവമായ കാര്യം എന്ന് പറയുന്നത്, ഇതിലെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ഈ മൃതദേഹങ്ങൾക്കും ഈ ശരീരഭാഗങ്ങൾക്കും ആദരം നൽകി പോകുന്നത്. ഇവിടെ നമുക്ക് ഈ വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളെ കാണാം. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയറിൻ്റെ അംഗങ്ങളെ കാണാം. DYFIയുടെ പ്രവർത്തകരെ കാണാം. SYSൻ്റെ സാന്ത്വനം പ്രവർത്തകരെ കാണാം. AIYFൻ്റെ പ്രവർത്തകരെ കാണാം. SKSSFൻ്റെ വിഖായ പ്രവർത്തകരെ കാണാം. ഒപ്പം തന്നെ മറ്റ് സംഘടനകളുടെ ആളുകളും ഒക്കെ ആയിട്ടുള്ള ഒരു കൂടുതൽ ആളുകളെ കാണാം. മഴ കൂടുതൽ ശക്തമാവുകയാണ്. ഈ സംസ്കാര ചടങ്ങിന് അപ്പോഴും അത് വെല്ലുവിളിയാകുന്നില്ല. കാരണം ഒരു മഹാദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ, തിരിച്ചറിയപ്പെടാത്തവരുടെ സംസ്കാരമാണ് ഇവിടെ നടക്കുന്നത്. ഈ മഴയേക്കാൾ വലിയ ദുഃഖം ഓരോരുത്തരുടെയും മനസ്സിൽ ഘനീഭവിച്ച് നിൽക്കുകയാണ്. പെയ്യാൻ വെമ്പി നിൽക്കുന്ന ദുഃഖമുണ്ട്. അതിപ്പോൾ പ്രകൃതി പോലും കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് റിയാസ് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രകൃതി തന്നെ കരയുന്ന ഒരു കാഴ്ച. മഴ ശക്തമാകുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് നടപടികൾ, സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കറുത്ത പോളിത്തീൻ ഷീറ്റുകൾ കുഴിമാടങ്ങളിലേക്ക് വെള്ളം നിറയുന്നതിന് മുമ്പ് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അല്പസമയം മുൻപ് ഇപ്പോൾ 154 ശരീരഭാഗങ്ങളാണ് ഇനി സംസ്കരിക്കേണ്ടതുള്ളത്. ഇനിയും ആംബുലൻസിൽ ശരീരഭാഗങ്ങൾ പുത്തുമലയിലേക്ക് വരാനുണ്ട്. എന്തായാലും ഇന്ന് തന്നെ 154 ശരീരഭാഗങ്ങളും സംസ്കരിക്കും. വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷമാണ് സംസ്കാര ചടങ്ങിലേക്ക് കടന്നത്. നേരത്തെ 29 മൃതദേഹങ്ങളും പുത്തുമലയിൽ സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ശരീരഭാഗങ്ങൾ സംസ്കരിക്കാനുള്ള ചടങ്ങിലേക്ക് നീങ്ങിയത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കണ്ടെത്തിയ 64 സെന്റ് സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. മണ്ണിൽ പൊതിഞ്ഞുപോയ നാട്ടിൽ ജാതിമത ഭേദമില്ലാതെയാണ് അവർ മണ്ണിനോട് ചേരുന്നത്. എല്ലാവരും ജാതിയോ മതമോ ഒന്നും നോക്കാതെ കൂട്ടായ പ്രവർത്തനം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ശരി, കാളിദാസും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാളിദാസ്, എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വേദന നിറഞ്ഞ കാഴ്ചകൾ തന്നെ. അതിനിടയിൽ മഴയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എങ്കിലും പെട്ടെന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന. ഇനിയും ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ എത്തേണ്ടതുണ്ട്. ഓരോ ഘട്ടമായാണ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. തീർച്ചയായും ശ്രുതി, ഇപ്പോൾ ഘട്ടമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ച പോലെ തന്നെ 27 മൃതദേഹങ്ങളും അതേപോലെ 67 ശരീരഭാഗങ്ങളുമാണിപ്പോൾ ഇതുവരെ സംസ്കരിച്ചത്. ഇനിയും ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ശരീരഭാഗങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അധികൃതരും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. 154 ശരീരഭാഗങ്ങളും 30 മൃതദേഹങ്ങളുമായിരുന്നു. അതിലൊന്ന് കണ്ടെത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ബാക്കി 29 പേരുടെ മൃതദേഹങ്ങളും സംസ്കരിച്ചു. അതേപോലെ തന്നെ 67 ശരീരഭാഗങ്ങളും സംസ്കരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നേരത്തെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയില്ലാത്തൊരു സാഹചര്യം ഉണ്ട്. എന്നാലും കാലാവസ്ഥ പ്രതികൂലമാണ്. ഇപ്പോൾ വേണമെങ്കിലും ഒരു മഴ, അല്ലെങ്കിൽ നല്ലൊരു മഴ, കനത്ത മഴ പെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടാർപ്പായ വെച്ച് മറച്ചിരിക്കുകയാണ്. കാരണം കുഴികളിലേക്ക് അധികം വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ JCB ഉപയോഗിച്ച് കൂടുതൽ കുഴികളും എടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പുറത്ത് സന്നദ്ധ പ്രവർത്തകരാകട്ടെ PPE കിറ്റ് ധരിച്ച
രക്ഷാപ്രവർത്തകരാകട്ടെ ഇല്ലെങ്കിൽ അധികൃതരാകട്ടെ അവരെല്ലാവരും ഈ ഒരു ചടങ്ങുകൾ ദ്രുതഗതിയിൽ അല്ലെങ്കിൽ ഇത് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് എല്ലാവരും നീങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ച് അന്ത്യവിശ്രമം അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും മൃതദേഹങ്ങൾക്കെല്ലാം ഒരു അന്ത്യവിശ്രമം എന്നുള്ള നിലയ്ക്ക് അവസാനമായി ഒരു ആദരാഞ്ജലിയും അർപ്പിച്ച എല്ലാവർക്കും പുത്തുമലയിൽ നിന്ന് ഹാരിസൺ പ്ലാന്റേഷനിൽ നിന്നും മടങ്ങാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. രക്ഷാദൗത്യം നാളെയും തുടരും എന്നുള്ള തരത്തിലും നാളെയും തുടരും. തീർച്ചയായും ഇതേപോലെ തന്നെ സോണുകൾ തിരിച്ചുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും നാളെയും തുടരുക. അപ്പോൾ ഇതുവരെയുള്ള ലഭിച്ച മൃതദേഹങ്ങളിൽ എന്തായാലും കണ്ണീരോടെയുള്ള യാത്രാമൊഴി തന്നെയാണ് പുത്തുമല നൽകുന്നത്. 2 ദുരന്തങ്ങളുടെ സ്മാരക ഭൂമിയായി മാറുകയാണ് പുത്തുമല. ആ കാഴ്ച തന്നെയാണ് വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് പുത്തുമലക്കാർക്ക് ഇനിയുള്ളത്. പുത്തുമല ദുരന്തവും അതുപോലെ തന്നെ മുണ്ടക്കൈയിലെ പ്രിയപ്പെട്ടവർക്കും അന്ത്യവിശ്രമം ഇനി പുത്തുമലയിൽ ഒരുങ്ങിയിരിക്കുന്നു. അടയാളക്കല്ലായി മാറുകയാണ്. ഇനി നമ്പറുകൾ മാത്രം ഇവർക്ക്. എന്തായാലും കേരളം ഇവരെ പ്രിയപ്പെട്ടവരായിട്ട് തന്നെ ഓർക്കും. എല്ലാ ആദരവോടും കൂടിയുള്ള സംസ്കാര ചടങ്ങുകളാണ് പുത്തുമലയിൽ